കർത്താവേ മിന്നിച്ചേക്കണേന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഒരു 6:30 എഴുന്നേറ്റു. ഇന്ന് സൺഡേ ആണ്. സൺഡേ വരുന്നതും പോകുന്നതൊന്നും അറിയുന്നേ ഇല്ല. ഇന്ന് പിന്നെ എനിക്കും പപ്പയ്ക്കും ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ടുപേരും പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന പള്ളി നമ്മുടെ ദുബായിലുള്ള പള്ളി എന്ന് പറയുന്നത് ഊതുമേത്തയിലുള്ള സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ചാണ്. വലിയ പള്ളിയാണ് കേട്ടോ. കണ്ടോ, ടി വി വരെ ഉണ്ട്. അങ്ങനെയല്ല, ബാക്കിലോട്ടുള്ള പോർഷൻസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മബ്ദഹായും ശുശ്രൂഷയും കാണാൻ പറ്റാത്തത് കൊണ്ട് ടി വിയിലൂടെയാണ് അവർ കാണുന്നത് കൂടി. ഞാനിന്ന് എടുത്ത പുസ്തകം മാറിപ്പോയി, മംഗ്ലീഷായിരുന്നു. ഒരു ഒരു സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും വായിക്കാൻ അറിയാമെങ്കിലും എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പള്ളി കഴിഞ്ഞ് ഇറങ്ങി ഞാനും പപ്പയും നേരെ വിട്ടു നെസ്റ്റോയിലേക്ക്. അങ്ങനെ അവിടെ പോയി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ പറക്കിയെടുത്തു. പൊരിഞ്ഞ വെയിലത്ത് തിരിച്ചെത്തി. ബില്ല് കണ്ട് പേടിക്കേണ്ട, പപ്പയാണ് കൊടുത്തത്. വന്നൊരു കരിക്കൊക്കെ കുടിച്ചു. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട സാധനങ്ങളായിരുന്നു നമ്മൾ ഒരു 90% വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാം ഫ്രിഡ്ജിലോട്ട് സ്റ്റോക്ക് ചെയ്തു. അറ്റ്ലീസ്റ്റ് ഞാൻ അതെങ്കിലും ചെയ്യണമല്ലോ. കുക്കിങ്ങോ ചെയ്യുന്നില്ല, ഇതെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ വാങ്ങുന്ന പാല് ലോ ഫാറ്റ് മിൽക്കാണ്. ബിക്കോസ് ഞങ്ങൾക്ക് ഓൾറെഡി ഹൈ ഫാറ്റ് ആയതുകൊണ്ട് പിന്നെ ഇനി പാലും കൂടെ ഹൈ ആക്കണ്ടെന്ന് വെച്ചു. നമ്മളിവിടെ തേങ്ങ മേടിച്ച് ഒരു ദിവസത്തെ എക്സ്പയറിയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് 4 ദിവസം ഉപയോഗിക്കും. 2 ടൈപ്പ് ചില്ലി, ഗ്രീൻ ചില്ലി ഇന്ത്യ, ഗ്രീൻ ചില്ലി ലോക്കൽ, എന്തിനാണോ എന്തോ. പിന്നെ ഉലുവയുടെ ഇല, ഹെൽത്തിയാണ് ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യണം. തോരൻ വെച്ച് കഴിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി പോയി റെസ്റ്റ് എടുക്കാം.